വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ? മൂവരിൽ മുഖ്യമന്ത്രി ആരാകും? സസ്പെൻസ് തുടരുകയാണ്. നിയമസഭാ കക്ഷിയോഗം കെ.പി.സി.സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ തുടങ്ങിയിരിക്കുന്നു. എം.എൽ.എമാരുടെ പിന്തുണയ്ക്കൊപ്പം ഘടകകക്ഷികളുടെയും ഹൈക്കമാൻഡിന്റെയും നിലപാട് നിർണായകമാണ്. യോഗത്തിന് മുൻപ് മുതിർന്ന നേതാക്കളുമായി എ.ഐ.സി.സി നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ചർച്ച നടത്തി. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് കെ. സുധാകരൻ നിരീക്ഷകർക്ക് കത്ത് നൽകുകയായിരുന്നു. നിർണായക നീക്കങ്ങൾ തുടരുകയാണ്. കെ.സി. വേണുഗോപാലിന്റെ വരവ് തടയാൻ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ കൈകോർത്തേക്കുമെന്ന വിവരമാണ് ഒടുവിൽ ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ടീം യു.ഡി.എഫിനെ നയിച്ചത് വി.ഡി. സതീശനാണെന്ന കെ. മുരളീധരൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ടീം യു.ഡി.എഫ്, അതിനെ നയിച്ച അദ്ദേഹം. ഞങ്ങളെല്ലാം യോജിച്ച് പറഞ്ഞൊരു വാചകമാണ് ടീം യു.ഡി.എഫ്. അത് വി.ഡി. സതീശനാണ് ആശയം മുന്നോട്ട് വെച്ചത്. അതാണ് ഞങ്ങളൊക്കെ പിന്താങ്ങിയത്. റോഷിപാലും ടി.വി. പ്രസാദും എം.ജി. പ്രതീഷും ഗോപാൽ ശിലാസനിലും കെ.പി.സി.സിയിൽ വിവരങ്ങളുമായുണ്ട്. ആദ്യം റോഷിപാലിലേക്കാണ്. റോഷിപാൽ, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൗതുകമുള്ളൊരു കാഴ്ച, കെ.സിയെ ഒഴിവാക്കാൻ വി.ഡി.ആർ.സി വിഭാഗങ്ങൾ ഒരുമിക്കുന്നു എന്ന സൂചന. അതിൽ എത്രത്തോളം സാധ്യത കൽപ്പിക്കപ്പെടുന്നു? അവസാന നിമിഷം കേരളത്തിൽ നിന്ന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള പ്രതികരണം നേരത്തെ ഒരു തവണ രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ളതാണ്. അതായത് കെ.സി വരേണ്ടതില്ല എന്ന സൂചനയായിരുന്നു ആ പ്രതികരണത്തിൽ. ഇപ്പോൾ കെ.സിയും വി.ഡിയും ഒരുമിക്കുന്നുണ്ടോ? സ്മൃതി, അതിനുള്ള സാധ്യതയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാനം കേന്ദ്രീകരിച്ച നിർണായകമായ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട്, നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നീക്കങ്ങൾ ഈ 2 നേതാക്കൾക്കും ബോധ്യമായത് നിലവിലുള്ള 63 എം.എൽ.എമാരിൽ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും മാറ്റി നിർത്തിയാലുള്ള 61 പേരുണ്ട്. 61 പേരിൽ ഏതാണ്ട് ഭൂരിപക്ഷം എം.എൽ.എമാരുടെയും പിന്തുണ എ.ഐ.സി.സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ്. ഈ ഘട്ടത്തിൽ പിന്തുണ കൂടുതലുണ്ട് കെ.സിക്ക് എന്ന് ഉറപ്പായതോടെയാണ് 2 പേരും ഒരുമിക്കാനുള്ള ഒരു നീക്കം അത് സജീവമാകുന്നത്. അങ്ങനെയെങ്കിൽ ആര് പിന്മാറുമെന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. രമേശ് ചെന്നിത്തല പക്ഷേ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് വി.ഡി. സതീശൻ അവസാന ഘട്ടത്തിൽ പിന്മാറും, രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരുമെന്ന ഒരു കണക്കുകൂട്ടലുണ്ട്. 2 പേരും ഒരുമിച്ച് കെ.സി. വേണുഗോപാലിനെ എതിർക്കാനുള്ള ഒരു ആലോചനയിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായ ഒരു നിർണായക നീക്കമായി കരുതേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് രഹസ്യമായി ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. ദൂതന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ദൂതന്മാരിൽ ഒരാളാണ് ടി.ജെ. വിനോദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ദൂതന്മാർ പോകുന്നു, ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച രഹസ്യകേന്ദ്രത്തിൽ നടന്നു എന്നടക്കമുള്ള വിവരങ്ങളുണ്ട്. അതായത് കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നത്, കേരള മുഖ്യമന്ത്രിയാകുന്നത് തടയാനുള്ള അവസാന ഘട്ടത്തെ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന ഒരു സൂചനയാണ്. ഇപ്പോൾ ഇന്ദിരാഭവനിൽ, കെ.പി.സി.സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിയമസഭാ കക്ഷി യോഗം തുടങ്ങിക്കഴിഞ്ഞു. മുകുൾ വാസ്നിക്കിന്റെയും അജയ് മാക്കിന്റെയും നേതൃത്വത്തിൽ യോഗം ആരംഭിച്ചു. നിയമസഭ ഇതിൽ ഇന്ദിരാഭവനിലെ ഹാളിൽ വെച്ചാണ് യോഗം ചേരുക. ആദ്യം ആ യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും, എന്താണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യങ്ങൾ വിശദീകരിക്കും. എല്ലാവർക്കും ആശംസകൾ നൽകിയതിനു ശേഷം തൊട്ടു പിന്നാലെ തന്നെ ഓരോ എം.എൽ.എമാരുടെ അഭിപ്രായം പ്രത്യേകമായി കേൾക്കും. അങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമം. ഏതാണ്ട് ഉച്ച കഴിയുമ്പോഴേക്കും മുഴുവൻ എം.എൽ.എമാരുടെയും അഭിപ്രായം കേൾക്കാൻ കഴിയുമെന്ന് എ.ഐ.സി.സി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നിയമസഭാ കക്ഷി യോഗം ചേർന്ന് അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കും. ആ പ്രമേയത്തിലുണ്ടാവുക പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കാനുള്ള അവകാശം അത് ഹൈക്കമാൻഡിന് കൈമാറുന്നു എന്നതായിരിക്കും. അങ്ങനെ ആ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കിയതിന് ശേഷം പിന്നീട് ഘടകകക്ഷി നേതാക്കളുമായി ഈ നിരീക്ഷകന്മാർ ആശയവിനിമയം നടത്തും. ആ ആശയവിനിമയം കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ടോടെ തന്നെ നിരീക്ഷകന്മാരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ദില്ലിയിലേക്ക് പോവുകയും ഈ റിപ്പോർട്ട് അത് നേരെ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കൈമാറും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, അതിനൊപ്പം തന്നെ പ്രവർത്തക സമിതി അംഗങ്ങൾ, കെ.പി.സി.സി അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ ദില്ലിയിലേക്ക് പോകും. അവിടെ വിശദമായ ചർച്ചകൾ നടത്തും. എല്ലാ വശവും പരിശോധിച്ച ശേഷം പാർലമെന്ററി പാർട്ടി ലീഡറെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ കാര്യത്തിൽ ഒരുപക്ഷെ 2 പേർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടാകും. അവരുമായി സംസാരിച്ച് അത് പരിഹരിച്ച് ഐക്യകണ്ഠേന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് അത് പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് അറിയിക്കുകയാണ് ചെയ്യുക. അതാണ് കോൺഗ്രസിന്റെ നടപടിക്രമം. പക്ഷേ ഇതിലേറ്റവും നിർണായകമാകുന്നത് എം.എൽ.എമാരുടെ പിന്തുണ, ഘടകകക്ഷികളുടെ നിലപാട്, പൊതു അഭിപ്രായം. ഇതിൽ ഘടകകക്ഷികൾ മാത്രമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്, മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരുണ്ട്, അത് എം.എം. ഹസനുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, അങ്ങനെ ഓരോരുത്തർ, എ.കെ. ആന്റണിയുണ്ട്. ഇന്നലെ നിരീക്ഷകർ എത്തിയപ്പോൾ ആദ്യമായി അവർ ആശയവിനിമയം നടത്തിയത് എ.കെ. ആന്റണിയുമായിട്ടാണ്. പിന്നീട് എം.എം. ഹസനുമായി സംസാരിച്ചു, എം.പിമാരുമായി ആശയവിനിമയം നടന്നു. ബെന്നി ബെഹനാൻ, അതിൽ
MK രാഘവൻ അടക്കമുള്ള MP-മാർ ഇന്നലെ രാത്രി വൈകിയാണ് ഹോട്ടലിൽ വെച്ച് നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ജെബി മേത്തർ ഇന്നലെ ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. PJ കുര്യാനുമായി, VM സുധീരനുമായി, മുല്ലപ്പള്ളി രാമേന്ദ്രനുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം AICC നിരീക്ഷകന്മാർ തേടിയിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായം മുഴുവൻ തേടി അവർ കൃത്യമായി ആരെ ചുമതലയേൽപ്പിക്കണം, പരിചയസമ്പന്നരായ ആളുകളെ ഒരുപക്ഷെ തുടർ ഭരണം ലക്ഷ്യമിട്ടുള്ള ഒരു മന്ത്രിസഭയായിരിക്കുമെന്ന ആ തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഐക്യത്തോടെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം വലിയൊരു വെല്ലുവിളി കോൺഗ്രസിന് മുന്നിലുള്ളത് അത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അങ്ങനെയുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്തെ ഐക്യത്തോടെ തർക്കങ്ങളില്ലാതെ, മുന്നണിയിൽ തർക്കങ്ങളില്ലാതെ, മന്ത്രിസഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ കൊണ്ടുപോകാൻ കരുത്തുള്ള എന്ന സംഖ്യയുടെ മാറ്റു കുറയ്ക്കുന്ന നടപടികളിലേക്ക് നേതാക്കൾ കടക്കുമോ? ഇതിങ്ങനെ നീണ്ടു പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്.